ജിഷ്ണുവിന്റെ അമ്മ മഹിജയും അച്ഛനും സഹോദരിയും അടക്കമുള്ള ബന്ധുക്കളും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും വളയത്തുമായി നടത്തുന്ന നിരാഹാര സമരം 4ാം ദിനത്തിലേക്ക് കടന്നു. പോലീസ് ആസ്ഥാനത്തിന് സമീപമുണ്ടായ അതിക്രമത്തിന് കാരണക്കാരായ പോലീസുകാർക്കെതിരെ നടപടിയെടുത്താൽ മാത്രമേ സമരവും ചർച്ചയും ഉള്ളൂ എന്ന നിലപാടിൽ അവർ ഉറച്ചു നിൽക്കുകയാണ്. അതേസമയം സംഭവം അന്വേഷിച്ച IG മനോജ് എബ്രഹാം റിപ്പോർട്ട് ഇന്ന് DGPക്ക് സമർപ്പിക്കും. ജിഷ്ണുവിന്റെ അമ്മയുടെ സമരവുമായി ബന്ധപ്പെട്ടുണ്ടായ അപ്രതീക്ഷിത സംഭവങ്ങൾക്ക് പിന്നിൽ ബാഹ്യ ഇടപെടൽ ഉണ്ടെന്ന നിലപാടിലാണ് പോലീസ്. മാത്രമല്ല, മഹിജയെ പോലീസ് മർദ്ദിച്ചതിനോ വലിച്ചിഴച്ചതിനോ തെളിവ് ലഭിച്ചിട്ടില്ല. പോലീസിന് വീഴ്ച സംഭവിച്ചിട്ടില്ല എന്ന തരത്തിലാകും റിപ്പോർട്ട് എന്നതിന്റെ സൂചനയാണ് പോലീസിനെ ന്യായീകരിച്ച് CPM സെക്രട്ടേറിയറ്റ് ഇറക്കിയ പ്രസ്താവന. അതേസമയം CPMന്റെ പ്രസ്താവന വേദനിപ്പിച്ചെന്ന് ജിഷ്ണുവിന്റെ അമ്മാവൻ ശ്രീജിത്ത് പറഞ്ഞു. ഞങ്ങൾക്ക് പോലീസിന്റെ അടി കൊണ്ടതിനേക്കാൾ വലിയ വേദനയാണ് ഈ റിപ്പോർട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. പോലീസ് ഉണ്ടാക്കിയ അടിവയറ്റിൽ ചവിട്ടിയത് ഞാൻ കാണിച്ചു കൊടുത്തതല്ലേ. ഈ റിപ്പോർട്ട് എന്താണ് ആവശ്യപ്പെടുന്നത്? മഹിജയുടെ അടിവയർ കാണിക്കണോ മാധ്യമത്തിലൂടെ? ഈ റിപ്പോർട്ട് എന്താണ് ആവശ്യപ്പെടുന്നത്? എന്ത് തെളിവാണ് ഹാജരാക്കേണ്ടത്? അതേസമയം മനുഷ്യത്വമില്ലാത്ത നിയമത്തിന്റെ ഇരുണ്ട മുഖമാണ് പോലീസെന്ന് CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായ VK മധു ഫേസ്ബുക്കിൽ കുറിച്ചു. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.